പത്തനംതിട്ടയിൽ തെരുവുനായ ശല്യം രൂക്ഷം. ഇരുചക്ര വാഹനക്കാർക്ക് നേരെ തെരുവുനായ പാഞ്ഞെടുത്തു. അതിനിടെ മുത്തൂറ്റ് ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ തെരുവുനായ ആക്രമിച്ചു. കുമ്മണ്ണൂർ സ്വദേശി ജേക്കബിനെയാണ് തെരുവുനായ ആക്രമിച്ചത്. പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ, ഈ തെരുവുനായ ആക്രമണം ഒഴിയുന്നതേയില്ല അല്ലേ? അതെ അരുൺ, പത്തനംതിട്ട നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. ഇന്നിപ്പോൾ രാവിലത്തെ ദൃശ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് റോഡിൽ കൂടി വാഹനങ്ങൾ പോകുമ്പോൾ അവിടെയുള്ള തെരുവുനായ്ക്കൾ ഈ വാഹനങ്ങളുടെ പുറകെ ഓടുന്നതാണ്. വലിയ അപകടമാണത്. കാരണം ഈ തെരുവുനായ വാഹനങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ഭയന്ന് ഇരുചക്ര വാഹനക്കാർ കൂടുതൽ വേഗത്തിൽ പോകാൻ ശ്രമിക്കും. അങ്ങനെ അപകടമുണ്ടാകാനുള്ള സാധ്യത കൂടി ഉണ്ട്. പലയിടങ്ങളിലും തെരുവുനായയുടെ ആക്രമണം രൂക്ഷമാണ്. ഇന്നലെ രാത്രി പത്തനംതിട്ട മുത്തൂറ്റ് ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരന് നേരെയും തെരുവുനായ ആക്രമണം ഉണ്ടായി. അദ്ദേഹത്തെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മതിയായിട്ടുള്ള ചികിത്സ തേടിയിട്ടുണ്ട്. അടിയന്തരമായി ഈ വിഷയത്തിൽ നടപടികൾ വേണം എന്നാണ് ആളുകൾ പറയുന്നത്. പത്തനംതിട്ട നഗരത്തിലെ സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ, അബ്ബാൻ ജംഗ്ഷൻ, അങ്ങനെ കോളേജ് ജംഗ്ഷൻ, അങ്ങനെ എല്ലാ ഇടങ്ങളിലും ഈ തെരുവുനായ ശല്യം രൂക്ഷമാണ്. രാവിലെ ഒരു 9 മണിക്ക് മുമ്പൊക്കെയാണ് കൂടുതലായും ഈ തെരുവുനായകൾ റോഡിലേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം ഇത് വാഹനങ്ങളുടെ അടിയിലും കെട്ടിടങ്ങളുടെ തണലുള്ള ഭാഗങ്ങളിലുമൊക്കെ മാറി നിൽക്കുന്നൊരവസ്ഥ കൂടിയുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ആളുകൾക്ക് അത് ഭീഷണിയാണ്. ഏതായാലും നഗരസഭ ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണമെന്നൊരു ആവശ്യം കൂടി ആളുകളുടെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട്. അരുൺ. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവർ പ്രത്യേകിച്ചും നായ പിന്നാലെ വരുന്ന സമയത്ത് അതിനോട് പ്രതികരിക്കാൻ നിൽക്കരുത്. നിങ്ങൾ നിങ്ങളുടെ വേഗതയിൽ തന്നെ വിട്ടുപോയാൽ മതി. അത് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ചാടിക്കയറുമൊന്നുമില്ല. അത് നമ്മളെ ഭയപ്പെടുത്താനും കൂടി നോക്കുന്നതാണ് അതിൻ്റെ ശബ്ദം കേട്ട്. അതിൻ്റെ സമയത്ത് വളരെ വേഗതയിൽ വെട്ടിച്ചെടുക്കാനോ ഏതെങ്കിലും തരത്തിൽ വേഗത കൂട്ടാനോ ഒക്കെ ശ്രമിച്ചാൽ അപകടമുണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ നായ കുരച്ചു വരുന്ന സമയത്ത് വാഹനം നിർത്തി സാഹസം കാണിക്കാൻ ഇറങ്ങുകയും ചെയ്യരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം.